ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. ക്രിസ്തുവിൽ ഉള്ളൊരു മനുഷ്യൻ, മഹാനായ പൗലോസ്, ഭാഗം 261. തുടർമാനമായി പൗലോസിൻ്റെ വാക്കുകൾ നമുക്ക് കേൾക്കാം. മരണശേഷം ഒരു വിശ്വാസിയുടെ ശരീരം കല്ലറയിൽ സംസ്കരിക്കുമെങ്കിലും കർത്താവ് മടങ്ങി വരുമ്പോൾ കർത്താവിൻ്റെ ശരീരത്തിന് അനുരൂപമായ നിലയിൽ ആ വിശ്വാസിയും ഉയർത്തി നിൽക്കും. ക്രിസ്തു വെളിപ്പെടുത്തിയതിനാകൊണ്ടാണ് ഈ അറിവ് നമുക്ക് ലഭിച്ചതെന്നാണ് പൗലോസ് പറയുന്നത്. അതെ, സുവിശേഷമാണ് താൻ പ്രസംഗിക്കുന്നത് എന്ന് പൗലോസ് പറയുകയാണ്. അതിൻ്റെ പേരിൽ തന്നെയാണ് പൗലോസ് തടവ് ശിക്ഷ അനുഭവിക്കുന്നതും. കർത്താവ് തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഉപനിധി അഥവാ നിത്യജീവനായ നിക്ഷേപം നഷ്ടമാകാതെ സൂക്ഷിക്കുവാൻ കർത്താവ് ശക്തനാണെന്ന് പൗലോസ് വിശദീകരിക്കുകയാണ്. ആ ദിവസം വരെ എന്നാണ് പൗലോസ്, അതായത് കർത്താവ് പ്രത്യക്ഷപ്പെടുന്ന ദിവസം വരെ പൗലോസോട് പറയുകയാണ്, അത് മാതൃകയാക്കിക്കൊള്ളുക, അതായത് മുറുകെ പിടിച്ചുകൊള്ളുക എന്നാണ്. പൗലോസിൻ്റെ ജീവിതത്തിലെ ദുഃഖകരമായ അനുഭവങ്ങളിൽ ഒന്നായിരുന്നു തന്നോടൊപ്പം നിൽക്കേണ്ടവർ തന്നെ വിട്ട് പോയതിനെ കുറിച്ചുള്ള ദുഃഖം. പൗലോസിൻ്റെ ഒടുക്കത്തെ നാളുകളിൽ തനിക്ക് ലഭിച്ച സന്തോഷവും അതിദുഃഖവും ആ വിവരങ്ങളും തിമോത്തിയെ അറിയിക്കുന്നുണ്ട്. 1 അധ്യായത്തിൻ്റെ 15 മുതൽ 18 വരെ പൗലോസിനെ തണുപ്പിച്ച ഓനസിഫോരസിനെ കുറിച്ച് പൗലോസ് മറന്നുപോകാതെ തിമോത്തിക്ക് എഴുതുന്നുണ്ട്. അതുപോലെ ദുഃഖകരമായ അനുഭവങ്ങളിൽ ഒന്നായിരുന്നു ആസ്യക്കാരായ ഫുഗലോസും ഹെർമഗോനേസും തന്നെ വിട്ടുപോയത്. അവർ കൂടെ ഉണ്ടായിരുന്നുവെങ്കിൽ തനിക്ക് വളരെ പ്രയോജനകരമായിരുന്നു. ഒരു പക്ഷേ പൗലോസിൻ്റെ വിസ്താര സമയത്ത് പൗലോസിന് അനുകൂലമായി സാക്ഷി പറയുവാൻ ഇവർക്ക് കഴിയുമായിരുന്നു. എന്നാൽ അവരുടെ ഭീരുത്വം നിമിത്തമായിരിക്കാം അവർ പൗലോസിനെ വിട്ടുപോയത്. ആവശ്യത്തിൽ സഹായിക്കുന്നവനാണ് യഥാർത്ഥ സ്നേഹിതൻ, എന്നാൽ അവർ ആ നിലയിലുള്ള സ്നേഹിതരായിരുന്നില്ല. അതേസമയം പൗലോസിൻ്റെ സന്താപവേളയിൽ പൗലോസിന് അത്യന്തം ആശ്വാസമായി തീർന്ന ഈ ഓനസിഫോരസിനെ കുറിച്ച് ഏറ്റവും നല്ല ഓർമ്മകളാണ് പൗലോസിന് പറയുവാനുള്ളത്. ഏതോ ആവശ്യത്തിനു വേണ്ടി റോമിലെത്തിയ ഓനസിഫോരസ് തടവിൽ ബന്ധനായി കിടക്കുന്ന പൗലോസിനെ മടിയും ലജ്ജയും കൂടാതെ അന്വേഷിച്ച് കണ്ടെത്തുകയും ആശ്വാസവാക്കുകളാലും മറ്റു സഹായങ്ങൾ ചെയ്തും തൻ്റെ ഹൃദയത്തെ തണുപ്പിച്ച കാര്യം പൗലോസ് മറന്നുപോകാതെ തിമോത്തി ഓർപ്പിക്കുന്നുണ്ട്. എഫെസോസിൽ വെച്ചും അവൻ തന്നെ ശുശ്രൂഷിച്ച കാര്യവും പൗലോസ് നന്ദിപൂർവ്വം ഓർക്കുന്നു. അതുപോലെ 18-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് നാം കാണുന്നത്, ആ ദിവസത്തിൽ കർത്താവിൻ്റെ പക്കൽ കരുണ കണ്ടെത്തുവാൻ കർത്താവ് അവന് സംഗതി വരുത്തട്ടെ എന്നാണ്. അതെ, ആ ദിവസത്തിൽ കർത്താവിൻ്റെ പക്കൽ കരുണ കണ്ടെത്തുവാൻ കർത്താവ് അവന് സംഗതി വരുത്തട്ടെ എന്ന്. ഈ ആശംസ കർത്താവ് പ്രതിഫലം പങ്കിടുന്ന നാളിൽ അവന് കർത്താവ് ധാരാളമായി പ്രതിഫലം നൽകുവാൻ ഇടയാകട്ടെ എന്ന ആശയത്തിലാണ് പൗലോസ് പറയുന്നത്. അല്ലാതെ മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ അനുവാദം നൽകുന്നുണ്ട് എന്ന് ചില ക്രിസ്തീയ സഭാംഗങ്ങൾ പഠിപ്പിക്കുന്നതിന് ഇത് യാതൊരു അടിസ്ഥാനവുമില്ല. കാരണം ഒന്നാമതായി പൗലോസ് ഈ ലേഖനം എഴുതുമ്പോൾ ഓനസിഫോരസ് മരിച്ചിരുന്നില്ല. രണ്ടാമതായി മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പുതിയ നിയമത്തിൻ്റെ യാതൊരു കൽപ്പനയും നാം കാണുന്നുമില്ല. മാത്രമല്ല, അങ്ങനെ പ്രാർത്ഥിച്ചതുകൊണ്ട് യാതൊരു പ്രയോജനവും ലഭിക്കുകയില്ല എന്ന് പുതിയ നിയമത്തിലെ ലൂക്കോസ് എഴുതിയ സുവിശേഷം 16-ാം അധ്യായത്തിൽ കാണുന്ന ധനവാന്റെയും ലാസറിൻ്റെയും ദൃഷ്ടാന്തത്തിലൂടെ തന്നെ കർത്താവ് തന്നെ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. തുടർന്ന് പൗലോസ് ഒരു നല്ല ഭടനായി കഷ്ടം സഹിക്കേണ്ട ആവശ്യകതയും എപ്രകാരമാണ് പോരാടേണ്ടതെന്നും കഠിനമായി അധ്വാനിച്ചാൽ മാത്രമേ ഏറ്റവും നല്ലൊരു പ്രതിഫലം ലഭിക്കുകയുള്ളൂ എന്നും തുടർന്ന് തൻ്റെ സുവിശേഷത്തെക്കുറിച്ചും താൻ പറഞ്ഞ് തിമോത്തിക്ക് എഴുതുകയാണ്. ഭീതി മൂലം പൗലോസിനെ വിട്ടുപോയ ആസ്യക്കാരുടെ തോൽവികളും പൗലോസിനെ ആത്മാർത്ഥമായി ശുശ്രൂഷിച്ച ഈ ഓനസിഫോരസിൻ്റെ ദൃഷ്ടാന്തവും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തിമോത്തിയോസ് തന്നോടൊപ്പം ക്രിസ്തു യേശുവിൻ്റെ ഒരു നല്ല ഭടനായി കഷ്ടം സഹിക്കുവാൻ പൗലോസ് പ്രബോധിപ്പിക്കുന്നു. മാത്രമല്ല, കർത്താവ് പൗലോസിനെ വിശ്വസ്തൻ എന്ന് എണ്ണി ഈ ശുശ്രൂഷ ഭരമേൽപ്പിച്ചതുപോലെ പൗലോസ് തിമോത്തിയോസിനെ അതേ ശുശ്രൂഷ ഭരമേൽപ്പിക്കുന്നു. തുടർന്ന് അടുത്ത ഭാഗത്തേക്ക് വരാം. ദൈവം അനുഗ്രഹിക്കട്ടെ.